വേണ്ട, എനിക്ക് പിറന്നാളാഘോഷം വേണ്ട, ഒന്നും വേണ്ട, എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്. നല്ലൊരു ദിവസമായിട്ട് എന്നെ തീറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരമായിട്ട് അവനൊന്നും വന്നില്ലല്ലോ. ഇതാരുടെയും വാക്കുകളാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല കൂട്ടുകാരെ. ഇത് വേറെ ആരുടെയും വാക്കുകളല്ല, നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്ന കലാവധി അച്ഛമ്മയുടെ വാക്കുകളാണ്. വേറെ ഒന്നല്ല, സച്ചിയെ കാണാത്തതിൻ്റെ ടെൻഷനാണ് അച്ഛമ്മയുടെ വാക്കുകളിൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ പറയുകയാണ്. അങ്ങനെ കലാവധി അച്ഛമ്മേനെ മേക്കപ്പ് ചെയ്ത് സുന്ദരിക്കുട്ടിയാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി റൂമിലേക്ക് കൊണ്ടുപോയി. ശ്രുതി മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കലാവധി അച്ഛമ്മ ആദ്യത്തെ ശരം വിടണു ശ്രുതിക്ക് നേരെ. ശ്രുതി, നിൻ്റെ അച്ഛൻ ചെയ്യാത്ത തെറ്റിന് ജയിലിലാണല്ലേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ അന്തം വിട്ടു, ഷോക്കായിപ്പോയി. ഇനി ആ ടോപ്പിക്ക് എടുത്തിടുന്നുള്ള നല്ല പേടി ശ്രുതിക്ക് വന്നു തുടങ്ങി. അപ്പോൾ പറയാം, അതേ അച്ഛമ്മ ചെയ്യാത്ത കുറ്റത്തിന് അച്ഛൻ ജയിലിൽ കിടക്കണതെന്ന് പറയും. അപ്പോൾ അടുത്ത ടോപ്പിക്ക് അച്ഛമ്മ പറയും, രേവതിയുടെയും വർഷയുടെയും വീട്ടുകാർ മുഴുവൻ ഇവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വരും, നിൻ്റെ അച്ഛനൊന്നും വന്നിട്ട് പോലുമില്ലല്ലോ, അച്ഛൻ്റെ സാഹചര്യം അതല്ലേ അച്ഛമ്മയെന്ന് പറയും. ആയിക്കോട്ടെ, അന്ന് ഫോൺ വിളിച്ചിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല, നിൻ്റെ അച്ഛൻ നിന്നൊന്ന് വിളിക്കണത് പോലും ഞാൻ കണ്ടിട്ടില്ല. നിൻ്റെ അമ്മ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഓടി വന്നേനല്ലേ ശ്രുതി ചോദിക്കുമ്പോൾ അതേ അച്ഛമ്മയെന്ന് പറയും. ശ്രുതി, നിങ്ങൾക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് നിൻ്റെ അമ്മ മരിച്ചേ? അത് എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് അച്ഛമ്മേ. ആണോ? അല്ല ശ്രുതി, നിൻ്റെ കയ്യിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഫോട്ടോ ഉണ്ടാവില്ല, അതൊന്ന് അച്ഛമ്മയ്ക്ക് കാണിച്ചു തന്നേ. ശ്രുതി പെട്ടു മക്കളെ. ശ്രുതി എന്ത് ചെയ്യും? ഏതൊരു മക്കളുടെ ഫോണിലാണെങ്കിലും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടാകാതിരിക്കുക നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടാവില്ലേ? എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടാവില്ലേ? പക്ഷേ ശ്രുതി അവിടെയും പെട്ടു. ശ്രുതി എന്ത് ചെയ്യുന്നു? അവിടെ കിടന്ന് ഉരുണ്ടിട്ട് പറയും, ഞാൻ അച്ഛനായിട്ട് വഴക്കിട്ടിട്ടാണല്ലോ അച്ഛമ്മ പോകുന്ന സമയത്ത് ഞാൻ ഫോട്ടോസ് എല്ലാം കളഞ്ഞു, എല്ലാം ഞാൻ എടുക്കാതെയാണ് പോകുന്നത് എന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ വേണ്ട, അമ്മയുടെ ഫോട്ടോ എങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ. ഇല്ല അച്ഛമ്മേ, ഒന്നുമില്ല, എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഡിപ്രഷനാവും, അതുകൊണ്ട് ഞാൻ ഫോട്ടോകളൊന്നും വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയും. ഈശ്വര, തലയ്ക്ക് മുകളിൽ കിടന്ന മഴ എടുത്തിട്ട് ഞാൻ കാലിലിട്ടില്ലോ എന്നിങ്ങനെ ശ്രുതി തനിയെ പിറുപിറുക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ അടുത്ത് ചോദിക്കുമ്പോൾ, അച്ഛമ്മേ ഒന്നും മിണ്ടാതിരിക്കണ്ടോ ചോദിക്കുമ്പോൾ, നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അച്ഛമ്മേ, ലിപ്സ്റ്റിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ലിപ്പ് അനക്കാതെ വെച്ചാലല്ലേ പറ്റുള്ളൂ, ഞാൻ ദേഷ്യപ്പെട്ടതല്ല, അല്ലാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി മെല്ലെ ആ ടോപ്പിക്ക് അങ്ങോട്ട് മാറ്റും. അപ്പോൾ പറയും, അല്ല ശ്രുതി, നിനക്കൊരു ഇളയച്ചൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിനെങ്കിലും ഫംഗ്ഷന് വിളിക്കായിരുന്നില്ലേ? അയ്യോ അച്ഛമ്മേ, ഇളയച്ചൻ ഇവിടെ ഇല്ലല്ലോ, ഇളയച്ചൻ പോയേക്കല്ലേ, ടൂറിലല്ലേ, ഇളയച്ചൻ ദുബായിലാണ് എന്ന് പറയാണ്. അതെ അല്ലേ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഇളയച്ചനെ ഒന്ന് വിളിക്കേ, ഞാനൊന്ന് സംസാരിക്കട്ടെ അദ്ദേഹത്തിനോട് എന്ന് പറയാണ്. അച്ഛമ്മ ശ്രുതിനെ ഇങ്ങനെ ഇട്ടിട്ട് കടുക് വറ. അപ്പോൾ ശ്രുതി പറയും, അച്ഛമ്മേ, ഇളയച്ചനെ വിളിച്ചിട്ടും കാര്യമില്ല, കിട്ടില്ല, നമുക്ക് പിന്നീട് ഒരു ദിവസം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി മേക്കപ്പ് ചെയ്ത് അച്ഛമ്മേനെ ഒരു സുന്ദരി കുട്ടിയാക്കി കണ്ണാടിയിൽ നോക്കുമ്പോൾ അച്ഛമ്മ പറയും, ഇതിപ്പോൾ കുറച്ച് ഓവറായോ? ഇല്ല അച്ഛമ്മ ഇപ്പോൾ സുന്ദരിയായിട്ടാവും, എനിക്ക് സന്തോഷമായി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ എന്നാൽ ഞാൻ താഴത്തേക്ക് പോട്ടെ ചോദിക്കും. പൊക്കോളൂ അച്ഛമ്മ പറയും. അപ്പോൾ ശ്രുതി പറയാണ്, അച്ഛമ്മ പോയി കഴിയുമ്പോൾ അച്ഛമ്മയ്ക്ക് സന്തോഷമായി, ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ ഗിഫ്റ്റ് എനിക്കാവും എന്ന് വിചാരിച്ചത് ശ്രുതി മനക്കോട്ട് കെട്ടാണ്. ഈ സമയം താഴത്ത് രവീന്ദ്രൻ ഒരു മെറൂൺ കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ശ്രുതി വന്നിട്ട് പറയും, അച്ഛാ ഇതാരാ? അച്ഛൻ എന്നെ പോലെ നല്ല ജെൻറ്റിൽമാൻ ലുക്കായല്ലോ. അപ്പോൾ രവീന്ദ്രൻ പറയും, ഞാൻ ജെൻറ്റിൽമാൻ തന്നെയാണ്, പക്ഷെ നിന്നെ പോലെയല്ല എന്ന് പറയും. എന്നിട്ട് ശ്രുതിക്കിട്ടൊരു കൊട്ടു കൊടുക്കുകയാണ്. ഈ സമയത്ത് പറയും, അച്ഛമ്മ എവിടെ? അച്ഛമ്മയെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ, അച്ഛമ്മ ഇപ്പോൾ വരും, മുകളിലുണ്ടാവും അമ്മ എന്ന് പറയാണ് രവീന്ദ്രൻ. ആ സമയത്ത് നമ്മുടെ അച്ഛമ്മേനെ പടിയിറക്കി കൊണ്ടുവരികയാണ് നമ്മുടെ ശ്രുതി. അച്ഛമ്മേനെ കാണുമ്പോൾ എല്ലാവരും വാ തുറന്ന് അത്ഭുതം വിട്ടിരിക്കുകയാണ്. ആരൊക്കെ? ശ്രുതി, ശ്രീകാന്ത്, വർഷ, രവീന്ദ്രൻ എല്ലാവരും. അമ്മേ, ഇതെന്താ അമ്മേ, അമ്മയ്ക്ക് വന്നേക്കണൊരു മാറ്റം എന്താന്ന് പറയണേ രവീന്ദ്രൻ. അതേടാ, ഞാൻ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞത്, ഇവളെ എന്നെ കൊണ്ട് ഇങ്ങനെ കോലം കെട്ടിച്ചെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അതെ അത് ആദ്യമായിട്ട് ചെയ്യണോണ്ട് അച്ഛമ്മയ്ക്ക് തോന്നുക വളരെ നന്നായിട്ട് അച്ഛമ്മയെന്ന് പറയാണ്. അപ്പോൾ വർഷ പറയും, അച്ഛമ്മേനെ ഇപ്പോൾ കണ്ടൊരു 10-15 വയസ്സ് കുറവാ തോന്നിക്കുള്ളൂ, ഇപ്പം അച്ഛമ്മയുടെ ഇന്ന് 80ാം പിറന്നാളല്ല 65ാം പിറന്നാളാണ് ആഘോഷിക്കണമെന്ന് പറയുമ്പോൾ ഒന്ന് പോടി കളിയാക്കാതെ എന്ന് പറയും. അച്ഛമ്മ ഒരു കാര്യം ചെയ്യും, സെറ്റ് മുണ്ടൊക്കെ മാറ്റിയിട്ട് അച്ഛമ്മ ഒരു ചുരിദാർ ഇട്ടിട്ടു, അപ്പോൾ ഒന്നും കൂടി ചെറുപ്പാവും പറയും വർഷ. നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും പറയും. അപ്പോൾ ശ്രുതി പറയാം, ചുരിദാറല്ല അച്ഛമ്മയ്ക്ക് നല്ല ജീൻസും ടീഷർട്ടും ആണെന്ന് പറയാം. ദേ നോക്ക് രവി, ഇവരെന്നെ കളിയാക്കണ കണ്ടോ എന്നൊക്കെ പറയണം. അപ്പോൾ വേണ്ടടാ പറയും. അപ്പോൾ രവീന്ദ്രൻ അങ്ങനെ പറയുമ്പോൾ പറയും, എൻ്റെ അമ്മ തന്നെയല്ല, എൻ്റെ അമ്മ എൻ്റെ കാണപ്പെട്ട ദൈവമാണ്, എനിക്ക് ഒരേ ഒരു ദൈവമുള്ളത് എൻ്റെ അമ്മയാണെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ
ശ്രീകാന്ത് പറയും അച്ഛനെന്ന് പറഞ്ഞു. അപ്പോൾ വർഷമേ അച്ഛമ്മേനെ അനുകൂലിച്ചിട്ട് സംസാരിക്കുമ്പോൾ ശ്രീകാന്ത് പറയും മതി നിർത്തിക്കോ, ഇത് അമ്മ കേൾക്കണ്ട, അമ്മ കേട്ടാൽ പിന്നെ ഇവിടുത്തെ പിറന്നാളാഘോഷം കൊളാവും പറയുമ്പോൾ അച്ഛൻ പറയും അവൻ പറഞ്ഞതിലും കാര്യം കേട്ടോ, നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്താം, ഇല്ലെങ്കിൽ ചന്ദ്ര ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പറയും സച്ചിയെ കണ്ടില്ലല്ലോ. അപ്പോൾ രവീന്ദ്രനെ പറയും സച്ചിയെ കാണാനില്ലല്ലോ മോളെ പറയും. അപ്പോൾ അച്ഛമ്മ വന്നിട്ട് രേവതിയോട് പറയും മോളെ നീ സച്ചിനെ ഒന്ന് വിളിച്ചേ, സച്ചിയെ കാണാനില്ലല്ലോ. അപ്പോൾ രേവതിയുടെ മുഖം ആകെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. അച്ഛമ്മയുടെ സൗന്ദര്യത്തെ പറ്റി എല്ലാവരും പുകഴ്ത്തുമ്പോൾ രേവതി പറയേണ്ട അച്ഛമ്മയുടെ മനസ്സിൻ്റെ സൗന്ദര്യം മുഴുവൻ അച്ഛമ്മയുടെ മുഖത്തുണ്ട്, അച്ഛമ്മയുടെ ചിരി തന്നെ അച്ഛമ്മയുടെ സമ്പത്താണ്, അച്ഛമ്മയുടെ മനസ്സിലെ നന്മയാണ് അച്ഛമ്മയുടെ മുഖത്ത് സൗന്ദര്യമായിട്ട് കാണണമെന്നൊക്കെ രേവതി പറയേണ്ട. അതൊന്നും പിടിക്കാതെ ചിരി കൊട്ടിരിക്കുകയാണ് ശ്രുതിയൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് സച്ചിനെ വിളിക്കാൻ പറയുമ്പോൾ സച്ചിനെ രേവതി വിളിക്കുന്നുണ്ട്, പക്ഷേ സച്ചി ഫോൺ എടുക്കണില്ല അച്ഛമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഇങ്ങനെ ടെൻഷൻ. അപ്പോൾ രവീന്ദ്രൻ ടെൻഷനായിട്ടിരിക്കുന്നുണ്ട്. അവൻ വരും, ഓട്ടത്തിന് പോയിക്കല്ല അവൻ വരും എന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് രേവതിയോട് പറയും മോള് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, ഡ്രസ്സ് മാറിയിട്ട് വരുമ്പോൾ മോളൊരു കാര്യം ചെയ്യണം, മോളുടെ ആഭരണങ്ങളെല്ലാം ഒന്ന് ഇടണം എന്ന് പറയുമ്പോൾ അച്ഛമ്മയുടെ ഒരൊറ്റ വാക്കിൽ രേവതി ഞെട്ടിപ്പോണും. രേവതി ഞെട്ടണേൻ്റെ ഒപ്പം ഞെട്ടണ വേറൊരാളും കൂടിയിട്ട്, വേറെ ആരുമല്ല, അത് ശ്രുതിയാണ് കേട്ടോ. മോളെ ഓർണമെൻറ്റ്സ് മുഴുവൻ ഇട്ടിട്ട് വരണം കേട്ടോ, ഇന്ന് ഓർണമെൻറ്റ്സ് മുഴുവൻ ധരിച്ചിട്ടാണ് മോളെ എനിക്ക് കാണാമെന്ന് പറയുകയാണ് അച്ഛമ്മ. രേവതിക്ക് സച്ചിയെ കാണാത്തതിന് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രേവതി അടുക്കളയിൽ പണിയുന്ന സമയത്ത് അച്ഛമ്മ വന്നിട്ട് ചോദിക്കാൻ രേവതിയുടെ മോളെ സത്യം പറ, നീയും സച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സച്ചിയെ കാണാനില്ല. ഇല്ല അച്ഛമ്മ, ഓട്ടത്തിന് പോയിക്കല്ലേ, ഓട്ടം കഴിഞ്ഞാൽ വരും. പക്ഷെ ഇങ്ങനെയല്ല, ഞാൻ അവന് വരുന്ന സമയത്ത് അവനോട് ഞാൻ ചോദിച്ചു, ഞാൻ മുന്നേ കണ്ട രേവതി സച്ചിയല്ല, നിങ്ങളുടെ രണ്ടുപേർക്ക് എന്തോ മാറ്റമുണ്ട്, സത്യം പറ എന്താണെന്ന് അച്ഛമ്മോട് പറയുമ്പോൾ ഒന്നുമില്ല അച്ഛമ്മയെന്ന് പറയാണ്. ഒന്നുമില്ല അച്ഛമ്മയെന്ന് പറയാണ്. അല്ല മോള് പറ, എന്തോ പ്രശ്നമുണ്ടല്ലോ മോളെ, എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാം ഒന്നുമില്ല അച്ഛമ്മ, ശരി എന്നാൽ പണിയൊക്കെ മതി, മോള് പോയി റെഡി ആയിട്ട് വാ. അച്ഛമ്മ അയ്യോ അങ്ങനെ പറയല്ലേ, ഇവിടെ ഒരുപാട് പണിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ റെഡിയായിട്ട് സുന്ദരിക്കുട്ടിയായിട്ട് വരാം അച്ഛമ്മയെ പറയുമ്പോൾ അതൊന്നും പറ്റില്ല, ഇത്ര കഴിഞ്ഞിടത്തോളം ജോലികൾ മതി, നീ മാത്രമല്ല ഇവിടെ കഷ്ടപ്പെടുന്ന, നീ മാത്രമല്ല ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട, വേറെ 2 പെണ്ണുങ്ങളില്ലേ 3 പെണ്ണുങ്ങളില്ലേ, അവരൊക്കെ കഷ്ടപ്പെട്ട് എല്ലാവരും ഒരുപോലെ പണിയട്ടെ. വേണ്ട അച്ഛമ്മ കഴിഞ്ഞു, ഇതും കൂടിയല്ലോ പറയുമ്പോൾ മോളെ മതി പോയിട്ട് റെഡിയാവും. അയ്യോ റെഡിയാവാനുള്ള സമയം ആയിട്ടില്ലേ, ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ റെഡിയാവാം അച്ഛമ്മേ എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, മോളിപ്പോൾ റെഡിയാവാൻ ചെല്ലേ പറഞ്ഞിട്ട് രേവതിനെ റെഡിയാവാൻ വേണ്ടി മോളിക്ക് വിടുകയാണ്. ഈ സമയത്ത് സച്ചിയെ കാണാത്തതിൻ്റെ പേരിൽ ചർച്ച നടക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അവനെ അടിച്ച് വിറ്റായിട്ട് എവിടെയെങ്കിലും കിടക്കണ്ടാവും, അച്ഛമ്മയുടെ പിറന്നോളം അവൻ പുറത്ത് ബാറിൽ ആഘോഷിക്കുന്നുണ്ടാവും, അതാണ് അവനെ കാണാത്തതെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എൻ്റെ സച്ചിയായിട്ട് ഒരിക്കലും അങ്ങനെ കുടിച്ചിട്ട് കിടക്കില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം സച്ചിയായിട്ട് വരും, സച്ചിയായിട്ട് ഓട്ടത്തിലാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഇതിനെപ്പറ്റി പറഞ്ഞ് ചരിഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അത് കഴിഞ്ഞ് രേവതി വീണ്ടും ശ്രുതിയും കൂടിയിട്ട് മുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതേ അച്ഛമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് തന്നെ ആവും, കാരണം ഞാൻ മേക്കപ്പ് ചെയ്തത് അച്ഛമ്മയ്ക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ശ്രുതി കരിമണിമാലയും കൂടി കൊടുക്കുമ്പോൾ അച്ഛമ്മയ്ക്ക് വളരെ സന്തോഷമാവും, അതുകൊണ്ട് അച്ഛമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് തന്നെ ആവില്ലേ ശ്രുതി എന്നൊക്കെ ചോദിക്കുന്നത്. അതെ പറയുന്ന സമയത്ത് രേവതി ഫോൺ വിളിച്ചിങ്ങനെ നടക്കാണ് സച്ചിന്. അപ്പോൾ ശ്രുതി പറയും ഇവളെന്തിനാ അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ എവിടെയെങ്കിലും അടിച്ച് ഫിറ്റായി കിടക്കണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അച്ഛമ്മ കയറിയിട്ട് പോയി അല്ല മോൾ ഇതുവരെ പുറപ്പെട്ടില്ല, പുറപ്പെടാൻ പോകുന്ന അച്ഛമ്മ പിന്നെ സ്വർണ്ണാഭരണം ഇടേണ്ട കാര്യം മറക്കണ്ട, നിനക്ക് അച്ഛമ്മ തന്ന ആഭരണങ്ങൾ മുഴുവൻ ഇട്ടിട്ട് വേണം നീ വരാൻ. അതിന് അച്ഛമ്മ ഇത് വലിയ ഫംഗ്ഷനാണെന്നല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ, പുറത്തുനിന്ന് ആരും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അച്ഛമ്മയെ വെറുതെ, അതൊന്നും പറയാൻ പറ്റില്ല, വേറെ ആരും ഇട്ടില്ലല്ലോ, നീ അതിട്ടിട്ട് അച്ഛമ്മയ്ക്ക് കാണണം എന്നൊക്കെ പറയാനും. എന്നാൽ ശരി ഇട്ടാ അച്ഛമ്മ. പക്ഷേ ഇത് കേൾക്കുമ്പോൾ മുഴുവൻ ഞെട്ടിത്തെരിച്ചിട്ടിരിക്കണം ശ്രുതി കേട്ടോ. ശ്രുതി ഞെട്ടിത്തെരിച്ചിരിക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ ശ്രുതിനെ നോക്കുമ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങളുടെ എൻ്റെ കാര്യം പറയുമ്പോൾ നീ എന്തിനാ അവനെ നോക്കണം, മോളെ ചന്ദ്രയുടെ കയ്യിലല്ല നിൻ്റെ ആഭരണങ്ങൾ ചന്ദ്ര തിരിച്ചു തന്നു അച്ഛമ്മേ, സത്യമല്ലേ അതിലെന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ? ഇല്ല അച്ഛമ്മയെ തന്നിട്ടുണ്ട് പറയണം. പക്ഷേ ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് രേവതി സച്ചിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള സത്യം ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ രേവതി ശരീനെ ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ട് രേവതി പോയി ഡ്രസ്സൊക്കെ മാറി നല്ല ഭംഗിയുള്ളൊരു നീല കളർ ഡ്രസ്സ് സാരിയൊക്കെ ചുറ്റി ആഭരണങ്ങൾ എടുക്കുമ്പോൾ ചോദിക്കാൻ ഈശ്വര ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് അച്ഛമ്മ മനസ്സിലാക്കുമോ ദൈവമേ, പ്രശ്നമാവോ കൊളാവോ പിറന്നാളെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് മാലയൊക്കെ എടുത്തിട്ട് രേവതി ധരിച്ച് നല്ല സുന്ദരി കുട്ടിയായി പുറപ്പെടുന്നുണ്ട്. ഈ സമയം ചന്ദ്ര എങ്ങനെയോ രേവതിയോട് ആഭരണങ്ങൾ ധരിക്കാനുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്. ചന്ദ്ര ഇങ്ങനെ കൂട്ടിലിട്ട കിളിയെ പോലെ ഇങ്ങനെ അങ്ങോട്ടേക്കിട്ട് നടക്കുകയാണ്. ആ സമയത്ത് ശ്രുതി കയറി വന്നിട്ട് ചോദിക്കും അമ്മ അറിഞ്ഞില്ലേ രേവതിയുടെ ആഭരണങ്ങൾ ധരിക്കാൻ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛമ്മ അതെങ്ങാനും ഗോൾഡ് കവറിങ് ആഭരണങ്ങളാന്ന് അറിഞ്ഞാൽ തീർന്നില്ലേ അമ്മ എല്ലാം എന്ന് പറയുമ്പോൾ നിൻ്റെ അച്ഛമ്മ അതൊന്നും അറിയാമോ, നീ മിണ്ടാതെ നീ ഇതുകൂടി പറഞ്ഞാൽ എന്നെ കൂടി ടെൻഷൻ ആക്കിക്കല്ലേ ശ്രുതി പറയണം. അപ്പോൾ ശ്രുതി പറയണം
അമ്മേ അഥവാ ബൈ ചാൻസ് അച്ഛമ്മ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറയണം, അത് മാറ്റിയിട്ട് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വെച്ചിട്ടുണ്ട് അമ്മയെന്ന് പറയണം, എന്നെ ഇതിൽ പെടുത്തരുത് അമ്മ, എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ പറയും. അപ്പോൾ സുധി നിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും കടന്നു പോടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി മകനെ അവിടെ നാട്ടി വിടുകയാണ്. അപ്പോൾ സുധിയുടെ സ്വാർത്ഥതയാണ് അപ്പോഴും നമ്മൾക്ക് അവിടെ മനസ്സിലാവണത് കേട്ടോ. അങ്ങനെ രേവതി നല്ല സുന്ദരി കുട്ടിയായി പുറപ്പെട്ട് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് നമ്മുടെ ആരുടെ എൻട്രി, ചന്ദ്രയുടെ കൂട്ടുകാരിയായ ഭാമയുടെ എൻട്രി. പക്ഷെ ഭാമ ടി വി കൊണ്ടുവരണമൊന്നും കാണിക്കില്ല. എനിക്ക് തോന്നുന്നു ഭാമ എവിടെയെങ്കിലും കൂടെ ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് തോന്നണേ. അങ്ങനെ ഭാമയുടെ എൻട്രി, അച്ഛമ്മേ ഞാൻ നേരം വൈകിയില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഭാമ കയറി വരുന്നത്. അപ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ട്. അപ്പം അച്ഛമ്മ പറയുന്നത് ഈ ചന്ദ്രയുടെ കൂട്ടുകാരിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഇത്തിരി നേരത്തെ വരണം എന്നുള്ള മര്യാദ ഒന്നും ഇല്ലേ ഭാമയെന്നൊക്കെ വിളിക്കണം, എന്താ ചെയ്യുക അച്ഛമ്മ, തിരക്ക് കാരണം കൊണ്ടല്ലേ, അച്ഛമ്മ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറയണം. ശരി ഞാൻ ക്ഷമിച്ചു, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ കേട്ടാൽ സുഖമാണ് അച്ഛമ്മ പറയാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് പറയാണ് ഞാനേ ചന്ദ്രനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഭാമ പോവാണ്. അപ്പോൾ അച്ഛമ്മ പറയണ ശരി ഇപ്പോൾ കണ്ടിട്ട് വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇതിൻ്റെ നാക്കിനൊരു ബെല്ലും ബ്രേക്കും ഇല്ല എന്ന് പറയണ അച്ഛമ്മ. ആ സമയത്താണ് നമ്മുടെ സുന്ദരി കുട്ടിയായിട്ട് ഒരു മാലാഖ കുട്ടിയെ പോലെ നമ്മുടെ രേവതി പുറപ്പെട്ടു വരണം. രേവതിനെ കാണുമ്പോൾ അച്ഛമ്മ പറയോ എൻ്റെ മോളെ എന്തൊരു സുന്ദരിയാ, ഈ ഡ്രസ്സും ഈ ആഭരണങ്ങളും കൂടി ഇട്ടപ്പോൾ നീ ഒന്നും കൂടി സുന്ദരി ആയിക്കണമെന്ന് പറയണം. അപ്പോൾ രേവതി ചിരിക്കുകയാണ്. രേവതിക്ക് എന്താണെന്ന് വെച്ചാൽ രേവതി ഫോൺ വിളിക്കുന്നത് സച്ചി എടുക്കണില്ലല്ലോ. പക്ഷേ സച്ചിയും ഈച്ചയും കൂടി ഈ സമയത്ത് കാറിൽ പോവുകയാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയത് പറഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് അച്ഛമ്മയുടെ കൂട്ടുകാരെ കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണല്ലോ അവർ, അച്ഛമ്മയ്ക്കുള്ള പിറന്നാൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ രേവതി വിളിക്കുമ്പോൾ മുഴുവൻ ഈച്ച പറയുന്നുണ്ട്, എടാ രേവതി വിളിക്കുന്ന ഫോൺ എടുക്കാം പിന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി ആ ഫോണുകളെ അറ്റൻഡ് ചെയ്യണില്ല. സച്ചിക്ക് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണ് സച്ചി. അങ്ങനെ രേവതിയോട് ചോദിക്കും, ചന്ദ്ര ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നതൊക്കെ നല്ല തന്നെയാണല്ലോ അല്ലേ മോളെ, പറ്റിച്ചിട്ടൊന്നുമില്ല? ഇല്ല അച്ഛമ്മേ, അല്ല അവളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ല അച്ഛമ്മ ഞാൻ അച്ഛമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയുമ്പോൾ ഒന്നും വേണ്ട നീ ഇങ്ങോട്ട് വന്നേ നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ചേരം ഇരിക്കാമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും ചെല്ലാട്ടെത്തി എന്ന് പറയും. അങ്ങനെ രേവതി അച്ഛമ്മയും കൂടിയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് ശ്രുതി കിടന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അങ്ങനെ ഒരു പൂമുഖത്ത് നിൽക്കുന്ന സമയത്ത് ശ്രുതി വന്നിട്ടേക്കും, എന്താ ശ്രുതി മുഖത്തൊരു ടെൻഷനോ? എനിക്ക് ടെൻഷനൊന്നുമില്ലല്ലോ. ശ്രുതി എന്നോട് പറയല്ലേ, ശ്രുതിക്ക് നല്ല ടെൻഷനുണ്ട്. എനിക്കറിയാം ശ്രുതിയുടെ ടെൻഷൻ്റെ കാരണം എന്താ അച്ഛമ്മയുടെ ഗിഫ്റ്റ് കിട്ടുമോ കിട്ടില്ല എന്നുള്ളതിൻ്റെ ടെൻഷനല്ലേ ശ്രുതിക്ക്. ശ്രുതി വിഷമിക്കേണ്ട, ശ്രുതി അച്ഛമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് തന്നെ കിട്ടുമെന്ന് പറയണം. അതെ ആ ടെൻഷൻ തന്നെയാണ് എനിക്ക്. പേടിക്കണ്ട കേട്ടോ, അച്ഛമ്മയുടെ ഗിഫ്റ്റ് എന്തായാലും നമുക്ക് കിട്ടും. ഞാൻ അച്ഛമ്മേനെ സുന്ദരിയാക്കി ശ്രുതി കരിമണിമാലി മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തായാലും അച്ഛമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് തന്നെയാണ്. അങ്ങനെ അച്ഛമ്മയുടെ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടുന്നുള്ള ആകാശം മനക്കോട്ടെ കെട്ടി നിൽക്കുന്ന ശ്രുതിയുടെയും ചർച്ചയുടെ സമയത്താണ് കൂട്ടുകാരെ ഇന്നത്തെ ചമ്മന്തിപ്പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.